നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇൻറ്റിജേഴ്സ് എന്ന ചാപ്റ്ററാണ്. ഇൻറ്റിജേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ ഓൾറെഡി ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഒരു 3-4 വർഷം മുമ്പാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ടെക്സ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നത് കാരണം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പോർഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ആദ്യം 1-2 പാർട്ടുകളിൽ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് പറയും. അതിന് ശേഷം ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് കാണിക്കും. അപ്പോൾ എന്തായാലും വളരെ ഇതിൻ്റെ പഴയ ക്ലാസ്സുകൾക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട ക്ലാസ്സുകളാണ് ഇതെല്ലാം. ഈ ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ്സുകൾ മാത്സ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് 100% വിശ്വസിച്ചുകൊണ്ട് നമ്മൾ 2025 ഈ ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻറ്റിജേഴ്സിനെ പറ്റി നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡിൽ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ സിസ്റ്റത്തിൽ വരുന്ന കുറേ നമ്പേഴ്സാണ്, കുറേ ഡിജിറ്റ്സാണ്. നമ്മൾ നമ്പർ സിസ്റ്റം ചെറിയ ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ പഠിച്ച് തുടങ്ങുന്നത് തന്നെ മാത്സ് പഠിച്ച് തുടങ്ങുന്നത് തന്നെ നമ്പേഴ്സിലാണ് അല്ലേ. 1 2 3 4 5 6 അങ്ങനെയുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ടാണ് മാത്സ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ നമ്മളൊരു പേര് പറയും. ആ പേരാണ് കൗണ്ടിങ് നമ്പേഴ്സ്, അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സിന് വേറൊരു പേര് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് കേട്ടിട്ടുണ്ടോ? കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അതായത് കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് 1 2 3 4 5 6 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനാണ് ഈ നാച്ചുറൽ നമ്പേഴ്സ്. 1 2 3 4 5 6 7 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലായപ്പോഴേക്കും നിങ്ങൾ ഓൾ നമ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ സീറോയും കൂടെ പഠിച്ചു. സീറോ. അപ്പോൾ ഈ ഓൾ നമ്പേഴ്സിൻ്റെ പ്രത്യേകത, അത് പ്രത്യേകിച്ച് ഒരു ചാപ്റ്ററായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾ നമ്പേഴ്സിൻ്റെ പ്രത്യേകത സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 0 1 2 3 4 5 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ അങ്ങനെ എൻലെസ് ആയിട്ട് ഇൻഫിനിറ്റി വരെ നീണ്ട് എത്ര വരെ വേണമെങ്കിലും നമുക്ക് നമ്പേഴ്സ് എഴുതാം. അപ്പോൾ അങ്ങനെ നീണ്ടു പോകുന്ന നമ്പേഴ്സിനെ നമുക്ക് ഓൾ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഓൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 സ്റ്റാർട്ട് ചെയ്യും, ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 സ്റ്റാർട്ട് ചെയ്യും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ നമ്പർ സിസ്റ്റം ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്, ഡെസിമൽസ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചില്ലേ. ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. 2/3 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷനാണ്, അല്ലെങ്കിൽ 2/3 അല്ലെങ്കിൽ 2/3 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷനാണ്. 1/2 ഒരു ഫ്രാക്ഷനാണ്. 5/7 ഒരു ഫ്രാക്ഷനാണ്. ഇതെല്ലാം ഫ്രാക്ഷൻസിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതായത് ഒരു ന്യൂമറേറ്റർ കാണും, ഡിനോമിനേറ്റർ കാണും. ഈ രണ്ട് നമ്പേഴ്സ് ചേർന്ന് വരുന്നതാണ് ഫ്രാക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഡെസിമൽ സിസ്റ്റം പഠിച്ചു അല്ലേ. ഡെസിമൽ. ഈ വർഷം നമുക്ക് ഫ്രാക്ഷനെ പറ്റിയും ഡെസിമലിനെ പറ്റിയും കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് ഓരോ ചാപ്റ്റർ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഡെസിമൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് 0.5 0.2 10.3 ഇങ്ങനെയൊക്കെ വരുന്ന പോയിന്റ് ഇട്ടിട്ടുള്ള നമ്പേഴ്സിനെ നമുക്ക് ഡെസിമൽസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ തുടങ്ങിയത് എവിടെയാണ്? നാച്ചുറൽ നമ്പേഴ്സിൽ തുടങ്ങി, അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്, ഓൾ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്. ഇനി നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ വന്നപ്പോൾ പുതിയൊരു ടേം പഠിച്ചു. അതായിരുന്നു ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ നമ്മൾ പഠിച്ചത് 0ക്ക് മേളിലേക്കാണ് നമ്പേഴ്സ് ഉള്ളത്. 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് 0ക്ക് താഴേക്ക് നമ്പർ ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. പക്ഷേ നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ വന്നപ്പോൾ ആ പഠിത്തം ഒന്ന് മാറ്റി. നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ വന്നപ്പോൾ എന്താ പഠിച്ചത്? 0ക്ക് താഴേക്കും നമ്പേഴ്സ് ഉണ്ട്, 0ക്ക് താഴേക്കും വാല്യൂ കുറഞ്ഞ നമ്പേഴ്സ് ഉണ്ട്. അതിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിനെ പറ്റിയും നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റിയും 0യെ പറ്റിയുള്ള സ്റ്റഡിയാണെന്ത്? ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന വ്യത്യാസമായിട്ട് നെഗറ്റീവ് നമ്പേഴ്സ് എന്നൊരു ടേം അവിടെ പഠിച്ചു. നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ് എന്നുള്ളതാണ് കൂടുതൽ ഡീറ്റെയിൽ. നിങ്ങൾ 6ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞെങ്കിലും 6ാം ക്ലാസ്സിൽ പഠിക്കാത്തവരും ഉണ്ടാവും അല്ലേ. അത് മനസ്സിലാവാത്തവരുണ്ടാവും, അതിന് എക്സാമിന് തെറ്റിച്ചവരുണ്ടാവും. ഇതെങ്ങനെയാണ് ഈ ഇൻറ്റിജേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ തിരിഞ്ഞു പോകുന്നവരും കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ വിട്ടേക്കുക. നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഈ പഠിത്തം കൊണ്ട് നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിലും ഇനി അങ്ങോട്ട് എല്ലാ സ്റ്റാൻഡേർഡിലും ഇൻറ്റിജേഴ്സ് ഉപയോഗിക്കും. ഇൻറ്റിജേഴ്സ് ഇല്ലാതെ മാത്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. ഇൻറ്റിജേഴ്സ് നമ്മൾ ഈ ബാക്കി എല്ലാത്തിനെയും വിടുന്നു. നമ്മൾ ഈ ഓൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ഫ്രാക്ഷനും ഡെസിമലും എല്ലാം വിടുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റിജേഴ്സിനെ പറ്റി മാത്രമാണ് അല്ലേ. അപ്പോൾ ഒരു നമ്പർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഒരു നമ്പർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ വരച്ചിട്ട് നടുക്ക് അല്ലെങ്കിൽ സെൻറ്ററിൽ 0 വരും അല്ലേ. 0ക്ക് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻഡ്ലെസ് ആയിട്ട് അങ്ങനെ നീണ്ടു പോകും.
ഈ സീറോയ്ക്ക് താഴേക്ക് അല്ലെങ്കിൽ സീറോയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന നമ്പേഴ്സിൻ്റെ പറയുന്ന പേരാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. ഇങ്ങോട്ട് പോകുന്നതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സും -1, -2, -3, -4 എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് എൻലെസ് ആയിട്ട് നീണ്ടുപോകുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് നമ്പേഴ്സ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് പോസിറ്റീവ് നമ്പേഴ്സ്, ഇങ്ങോട്ട് പോകുന്നത് നെഗറ്റീവ് നമ്പേഴ്സ്, ഇവിടെ ഒരു 0. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സും എ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0. പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0 അല്ലേ? ഇതാണ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഇൻറ്റിജേഴ്സിൽ എപ്പോഴും റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരും, കൂടി വരും. നമ്പർ ലൈനിൽ റൈറ്റ് സൈഡിലേക്ക് പോകും തോറും വാല്യൂ കൂടി വരും. മനസ്സിലായില്ല? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ -1, -1ഉം 0യും കൂടെ കിടക്കുന്നു. 0 -1ൻ്റെ റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് 0 ആയിരിക്കും വലുത്. ഈ തുറന്നിരിക്കുന്ന ഭാഗം ഗ്രേറ്റർ നമ്പറാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ 0 ആയിരിക്കും വലുത്. അതായത് ഇങ്ങോട്ട് നമുക്കറിയാം 3യും 4ഉം കിടക്കുന്നു. ഏതാണ് വലുത്? 4 ആണ് വലുത്, കാരണം 3യുടെ റൈറ്റ് സൈഡിലാണ് 4. ഇനി 1ഉം 5ഉം കിടക്കുന്നു. ഏതാണ് വലുത്? 5 ആണ് വലുത്, കാരണം 5 1ൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുകയാണ്. ആണല്ലോ. അതുപോലെ തന്നെയാണ് ഇൻറ്റിജേഴ്സും. നമുക്ക് -4ഉം 1ഉം തന്നിരിക്കുന്നു. ഏതാണ് വലുത് നോക്കുക? -4 ഇവിടെയും 1 ഇവിടെയുമാണ്. ഇപ്പോൾ 1 ആണ് റൈറ്റ് സൈഡിലുള്ളത്, സോ 1 ആയിരിക്കും വലുത്. അതായത് റൈറ്റ് സൈഡിലേക്ക് പോകും തോറും വാല്യൂ ഇൻക്രീസ് വരുന്നു. നമുക്കൊരു -100ഉം 0യും തന്നേക്കുന്നു. ഏതാണ് വലുത്? 0 ആണ് വലുത്. -1000ഉം -1ഉം തന്നിരിക്കുന്നത്. ഏതാണ് വലുത്? -1 ആണ് വലുത്, കാരണം -1000 ഇങ്ങോട്ടാണ് പോകുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരും എന്ന് ഓർത്തിരിക്കുക. നെഗറ്റീവ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരും എന്ന് ഓർത്തിരിക്കുക. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇൻറ്റിജേഴ്സ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? നമ്മൾ താഴേക്ക് പോകുന്നു, 0യ്ക്ക് താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ 0യേക്കാളും വാല്യൂ കുറഞ്ഞ നമ്പേഴ്സ്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം 0യ്ക്ക് മേളിലേക്കുള്ള നമ്പേഴ്സാണ്. ഒരുപാട് നമ്പേഴ്സ് നമ്മൾ പഠിച്ചില്ലേ? 6 ഡിജിറ്റ് നമ്പർ, 7 ഡിജിറ്റ് നമ്പർ, 8 ഡിജിറ്റ് നമ്പർ ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ താഴേക്കും നമ്പേഴ്സ് ഉണ്ട്. അതായത് 0യ്ക്ക് ബിലോ 0, അതായത് വാല്യൂ കുറഞ്ഞ നമ്പേഴ്സും ഉണ്ട്. അതും 6 ഡിജിറ്റ് നമ്പറും 7 ഡിജിറ്റ് നമ്പറും എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിൽ നമ്മളൊരു ചെറിയ ഹൈഫനും കൂടെ ഇടും. നെഗറ്റീവ് എന്ന് പറയും, അതിനെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കൂടി വരുന്നത്? റൈറ്റ് സൈഡിലേക്ക് പോകുന്നതും കൂടി വരും. -10,000 തന്നു കഴിഞ്ഞാൽ അതെപ്പോഴും 1നേക്കാളും വളരെ ചെറുതായിരിക്കും. 1 ആയിരിക്കും വലുത്. -1000, -1000 ഒക്കെ 10,000 ഒക്കെ വളരെ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും. ക്ലിയറായോ? അപ്പോൾ ഇതാണ് ഇൻറ്റിജേഴ്സിൻ്റെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വളരെ ചെറിയ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. എന്താണ് ഇൻറ്റിജേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പം മനസ്സിലായി കാണും. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിലൂടെ എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷൻ. ഇപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ, എന്താണ് ഇൻറ്റിജേഴ്സ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങളെ പറ്റി നോക്കാം. ഒറ്റ വീഡിയോയിൽ ചെയ്യാം, കാരണം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ 4ഉം കൂടെ ഒറ്റ വീഡിയോ ചെയ്യാമെങ്കിൽ അതല്ലേ എളുപ്പം. 4ഉം കൂടെ ഒരുമിച്ച് ആദ്യം അങ്ങ് പഠിക്കാം. അതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന, ഈ വർഷം പഠിക്കാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനുമാണ്. അതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ അരച്ച് കലക്കി അങ്ങോട്ട് തരാം. കുടിച്ചെടുക്കുക, തീർന്നു, നിങ്ങൾ ഇൻറ്റിജേഴ്സ് പഠിച്ചു കഴിയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മിസ് ചെയ്യരുത്. ഈ വീഡിയോയ്ക്ക് തൊട്ട് പുറകെ ഉണ്ടാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.